ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്, ചലഞ്ചസ് എന്തെല്ലാമാണ്, ഫീലിങ്സ് എന്തെല്ലാമാണ്, ഇമോഷൻസ് എന്തെല്ലാമാണ്, ഭാഗ്യങ്ങൾ എന്തെല്ലാമാണ്, എല്ലാം നോക്കാം. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ നമുക്ക് എങ്ങനെയുണ്ട്? പോസിറ്റീവായിട്ടിരിക്കണേ. ഓക്കെ, നോക്കാം. ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് മജീഷ്യൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ഇന്ന് ക്ഷേത്ര ദർശനം ഒക്കെ പോലെ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ക്ഷേത്ര ദർശനം മാത്രമല്ല, ഓക്കെ, അതുപോലെ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസം തോന്നുന്ന ഒരു ദിവസമാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഓർത്ത് അഭിമാനം തോന്നുന്ന ഒരു ദിവസമാണ്. നിങ്ങൾക്ക് നിങ്ങളോട് വളരെ അർപ്പണബോധം, നിങ്ങളെന്ന വ്യക്തി, നിങ്ങളെന്ന സ്വത്വത്തിനോടൊരു പ്രത്യേക ആരാധനയൊക്കെ തോന്നുന്ന ദിവസം, നിങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അതാണ് എക്സിസ്റ്റൻസ് പറയുന്നത്. അതായത് നിങ്ങളുടെ നിലനിൽപ്പ്, നിങ്ങളുടെ ഒരു നിലനിൽപ്പ് എന്നതിനേക്കാൾ നിങ്ങളുടെ ഒരു എന്താണ്, നമ്മളിവിടെ ജീവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് എക്സിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ കഴിവിൽ അതിയായ അഭിമാനവും ആശ്വാസവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾക്കിന്ന് മാനിഫെസ്റ്റേഷൻ പവർ വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ കഴിവുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭ്യമാകും എന്ന് അടിയുറച്ച് വിശ്വസിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് എക്സിസ്റ്റൻസിൻ്റെ കാർഡ്. അതുപോലെ ഇന്ന് മാനിപ്പുലേഷൻസ് നടക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളെ ആരെങ്കിലും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ഭാഗം ശരിയാക്കാൻ നിങ്ങളെ പക്ഷം ചേർക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ മാനിപ്പുലേറ്റഡ് ആവാനും അവർ പറയുന്ന കള്ളം വിശ്വസിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യരുത്. അതുപോലെ നിങ്ങളും മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരോടൊരു കാര്യം പറയുമ്പോൾ ഞാനത് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊന്ന് ആലോചിച്ചിട്ട് ശേഷം മാത്രം പറയുക. ഓക്കെ, അതാണ് എക്സിസ്റ്റൻസിൻ്റെ കാർഡ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് വന്നിട്ട് എലോൺനെസ് ആണ്. അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയമാണ്, നിങ്ങൾക്ക് പേടിയുണ്ട്, അത് സംഭവിക്കുമോ എന്നൊരു ഭയം നിങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് ഒരു ഭയത്തോടു കൂടി നോക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്കിതിനു മുമ്പ് ഇതേ കാര്യം, ഇപ്പം നിങ്ങളൊരു പാഷനെയാണ് ചേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നിങ്ങളൊരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടം എത്തി, പക്ഷേ നിങ്ങൾക്ക് ഇപ്പം നിൽക്കുന്ന ഘട്ടത്തിൽ നിന്ന് അടുത്തതിലോട്ട് പോകാൻ പറ്റുന്നില്ല, ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നു, വല്ലാത്തൊരു ഭയം നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് വന്ന വഴിയിൽ നിങ്ങൾ ഒരുപാട് കടമ്പകൾ കടന്നിട്ടുണ്ടാവും, ഒരുപാട് ആക്രമണങ്ങൾ, പലരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവും, ചതിച്ചിട്ടുണ്ടാവും, നിങ്ങളോട് കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടായിരിക്കും ഈ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ലോൺലിനെസ് ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എലോൺനെസ് എന്ന് പറയുന്നത്. ഒരു ഭയമാണ് കേട്ടോ, ഒരു ഒറ്റപ്പെട്ടു പോയ ഒരു ഭയമാണ് എലോൺനെസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു ആധ്യാത്മികമായ ഒരു ആധ്യാത്മികമായിട്ടൊരു ഉണർവിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. നിങ്ങൾ ഒരു പാഷനെയൊക്കെ ചേസ് ചെയ്ത് വന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കടമ്പകളിലൂടെ പോയി നിങ്ങൾ ഒരു ഘട്ടം എത്തിയപ്പോൾ നിങ്ങളവിടെ സ്റ്റക്കായിപ്പോയി. നിങ്ങൾക്കിപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾക്കൊരു ഭയം തോന്നുന്നുണ്ട് മുന്നോട്ട് എങ്ങനെ പോകുമോ എന്നുള്ളതിനെക്കുറിച്ച് ഓർത്തിട്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മാർഗ്ഗനിർദ്ദേശത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചുറ്റും നോക്കുന്നുണ്ടാവും. ആരോടാണ് അഭിപ്രായം ചോദിക്കുക, അല്ലെങ്കിൽ ആരോടാണ് ഒരു ഗൈഡൻസ് ചോദിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ആ ഒരു ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്നേ ദിവസം ആരെങ്കിലും നിങ്ങൾക്ക് ലഭ്യമാകും എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി എന്താണ്, ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ഇന്നൊരു ദിവസം ഗൈഡൻസ് കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്പിരിച്വൽ ജേർണിയിലാണുള്ളത്, അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോൾ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഭയമാണ് ഇനി മുന്നോട്ട് എങ്ങനെ പോകുക എന്നുള്ളതിനെക്കുറിച്ച് ഓർത്തിട്ട്. അപ്പം നിങ്ങൾ യൂണിവേഴ്സലി അലൈൻഡ് ആണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്, പക്ഷേ ഇപ്പോൾ അതിനുള്ള സിങ്ക്രോണിസിറ്റീസ് ഒന്നും കാണുന്നുണ്ടാകത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ
ഈ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞിട്ടുണ്ട്. വല്ലപ്പോഴൊക്കെ കാണുന്നുള്ളൂ. നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഈ പറഞ്ഞ സിങ്ക്രോണിസിറ്റീസ് വളരെ റെയറായിട്ടേ കാണുന്നുള്ളൂ. അപ്പം യൂണിവേഴ്സുമായിട്ട് ഞാൻ അലൈൻഡ് അല്ലേ എന്നൊക്കെ ഒരു ഭയം നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾക്ക് ഒരു ഒറ്റപ്പെട്ട പോലെ ഫീലിംഗ്, ഒറ്റപ്പെടൽ, എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് നിങ്ങൾക്ക് തോന്നാനായിട്ട് സാധ്യതയുള്ള ദിവസമാണ്. ഇതൊരു ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മെൻറ്ററിനെ ഇന്ന ദിവസം കിട്ടാനും സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അടുത്ത കാർഡ് വന്നിട്ട് പോസ്റ്റ്പോൺമെൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് തൊട്ട് മുമ്പിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും ഒരു ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങിയ സമയം ഒന്ന് ആലോചിച്ച് നോക്കി. അത് നിങ്ങൾ ശരിക്കും എഴുന്നേൽക്കാൻ പോലും ത്രാണിയില്ലാതെ കിടന്നു പോയൊരു സാഹചര്യമായിരിക്കും. ചിലപ്പം ഒരു ടവർ മൊമെൻറ്റ് പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മൊത്തത്തിൽ മാറി മറിഞ്ഞത്. അപ്പോൾ നിങ്ങൾ തല കുത്തനെ താഴോട്ട് വീണിട്ടുണ്ടാവും. പെട്ടെന്നൊരു നിമിഷം നിങ്ങൾ എന്തൊക്കെയോ ആയിരുന്നിടത്ത് ഒന്നും അല്ലാതായി പോയിട്ടുണ്ടാവും. നിങ്ങളെ പിന്നീന്ന് ആളുകൾ കുത്തിയിട്ടുണ്ടാവും. നിങ്ങളുടെ കൂടെ നിന്നവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു നിമിഷമായിരിക്കും ഒന്നും അല്ലാത്തവരായി, അതായത് നിങ്ങളുടെ ഡിഗ്നിറ്റി, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന അഭിമാനം ഒരു നിമിഷം കൊണ്ട് നിലംപരിശായി പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വന്ന് വീണ ഒരു കുഴിയുണ്ട്, ഒരു ട്രോമയുണ്ട്, ഒരു വല്ലാത്ത ഡിപ്രഷനുണ്ട്. ആ ഫേസിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ട് ഇപ്പോൾ താൽക്കാലികമായ ഒരു ആശ്വാസത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന കടുത്ത ട്രോമയിൽ നിന്നും കടുത്ത ഡിപ്രഷനിൽ നിന്നും നിങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കുഴപ്പമില്ല, പഴയ പോലുള്ള വേദന ഇപ്പം ഇല്ല, കുറച്ചൊക്കെ ഒരു ആശ്വാസമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സമയം നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ്, നിങ്ങൾ ഒന്ന് റെസ്റ്റ് എടുക്കൂ, നിങ്ങളൊന്ന് സമാധാനമായിട്ട് ആലോചിക്കൂ. ഇപ്പോൾ നിങ്ങൾ തീരുമാനമൊന്നും എടുക്കണ്ട, നിങ്ങളൊന്ന് കാര്യങ്ങളെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കാൻ പ്രാപ്തനാകുമ്പോൾ മാത്രം തീരുമാനം എടുത്താൽ മതി എന്നുള്ളതാണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ സർജറി പോലുള്ള കാര്യങ്ങളൊക്കെ പ്രിഫർ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നേ ദിവസം സർജറി അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ, പല രീതിയിലുള്ള ഹോസ്പിറ്റലൈസേഷൻ കേസുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. പോസ്റ്റ്പോൺമെൻ്റ് എന്ന് പറഞ്ഞാൽ 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഇതിപ്പോൾ സർജറി ആയിരിക്കാം, ആക്സിഡൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ മരണം കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ദിവസമായിട്ടാണ് ഈ പോസ്റ്റ്പോൺമെൻ്റ് എന്ന് പറഞ്ഞ കാർഡ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസം ആകാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നത്തെ ദിവസം റെസ്റ്റ് ഇല്ലാതെ ജോലി എടുക്കുന്ന ആളുകളോട് റെസ്റ്റ് എടുക്കാനും, ഇനി നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ട ആളുകളാണെങ്കിൽ തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റിയ മാനസിക നിലയിലല്ല ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കണ്ട, ആരോടെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ഒന്ന് പറഞ്ഞ് കോഷ്യൻ്റ് ആക്കുവാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ അഹിതമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്, അഹിതമായ കാഴ്ചകൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് പോകണം എന്നൊക്കെ യൂണിവേഴ്സ് നമുക്കൊരു വാണിംഗ് തരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതാണ് 4 ഓഫ് സോഡിൻ്റെ എനർജിയായ പോസ്റ്റ്പോൺമെൻറ്റ് പറയുന്നത്. പിന്നത്തേക്ക് മാറ്റി വെക്കുക എന്നാണ്. തീരുമാനം ഇപ്പോൾ എടുക്കേണ്ട, പിന്നത്തേക്ക് മാറ്റി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ലേസിനെസ് ആണ്, മടി തോന്നുക. അത് എന്താണെന്നറിയാമോ, നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു, ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു, ഇനി എനിക്കൊന്നും സാധിക്കാനില്ല. അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നും? മടി തോന്നും. ഓ, ഞാൻ എല്ലാം കൊണ്ടും ഓക്കെയാണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, ഓക്കെ പെർഫെക്റ്റ്, എവറിത്തിങ് ഈസ് ഫൈൻ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് മടി തോന്നും. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് മടി തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ലേസിനെസ് പറയുന്നത്. നിങ്ങൾ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് പതുക്കെ ഡാങ്കി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ്. നമ്മളറിയില്ല, പ്രാഞ്ചി നടക്കുക, ഓക്കെ, അതുപോലുള്ളൊരു ദിവസമാണ്. ഭയങ്കര ഒരു മടി നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുള്ള ദിവസമാണ് കേട്ടോ. അടുത്തത് റിസപ്റ്റിവിറ്റിയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ നിങ്ങൾ എന്താണോ ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ അത് ആവശ്യമില്ലാത്തൊരു പരിഗണനയും സ്നേഹമായിരുന്നു. അതായത് നിങ്ങൾക്ക് കിട്ടേണ്ടുന്നത് കിട്ടാതെ നിങ്ങൾ എന്ത് ചെയ്തു? അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളോട് പറയുവാണ്, നിങ്ങളൊന്നും കൂടെ ഒന്ന് ആലോചിച്ച്, നിങ്ങളൊന്ന് സറണ്ടർ ചെയ്ത് നിന്ന് ഒന്ന് ആലോചിച്ച്, നിങ്ങൾക്ക് ശരിക്കും ഹീലിംഗ് ആവശ്യമില്ലേ? നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടല്ലോ, മറ്റുള്ളവരെ വേദന മാറ്റാൻ സഹായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വേദനയില്ലേ? നിങ്ങൾക്ക് വേദന മാറ്റണ്ടേ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നതാണ്. നിങ്ങൾക്ക് തന്നെ ഹീലിംഗ് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. നിങ്ങൾക്ക് ആരെയൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരാളും കൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലാത്ത വിധം നിങ്ങൾ ആ മനുഷ്യനിൽ, ആരെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് ആ മനുഷ്യനിൽ നിങ്ങൾ അഡിക്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ സറണ്ടേർഡ് ആണ് നിങ്ങൾ. നിങ്ങളോട് പറയുവാണ്, അതിൽ നിന്ന് പുറത്ത് വാ,
ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ലൈഫിൽ ആവശ്യമില്ല. അതിൽ നിന്ന് പുറത്ത് വാ. നിങ്ങളിങ്ങനെ അഡിക്റ്റഡ് ആയി ജീവിച്ചത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ ട്രോമ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ട്രോമയിൽ നിന്നും ആ അഡിക്ഷനിൽ നിന്നും പുറത്ത് വാ. ഇനി ഒരിക്കലും ഒരു മനുഷ്യനെ നിങ്ങൾ ഇത്രയും ഒബ്സഷനോടുകൂടി അഡിക്ഷനോടുകൂടി സ്നേഹിക്കരുത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു അടി കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ട്രോമ നിങ്ങളിപ്പോൾ ഈ വീഴ്ച പറ്റി നിങ്ങൾ ഈ ടാരോസ് ഒക്കെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പാഠം പഠിക്കാൻ വേണ്ടിയാണ്. ആരെയും അമിതമായി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അഡിക്റ്റഡ് ആവുകയും ചെയ്യരുത്. അതാണ് റിസപ്റ്റിവിറ്റി പറയുന്നത്. നിങ്ങൾ അതിനെ ആ ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യുക, അതിനെ റിസീവ് ചെയ്യുക. നിങ്ങൾ അത് സത്യസന്ധമായിട്ട് നിങ്ങളതിനെ മനസ്സിലാക്കുക. ഒരു മനുഷ്യനും അവരുടെ സ്പേസിനുള്ളിലേക്ക് മറ്റൊരു മനുഷ്യൻ കയറുന്നത് ഇഷ്ടമല്ല. നമ്മൾ അമിതമായി സ്നേഹിക്കുന്നതാവട്ടെ, അമിതമായി ഉപദേശിക്കുന്നതാവട്ടെ, ഒന്നും ആർക്കും ആവശ്യമില്ല. അപ്പോൾ അവരോട് നമ്മൾ എന്ത് ചെയ്യണം? ഒരകലം പാലിച്ച് നിൽക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആ ട്രൂത്ത് നിങ്ങൾ റിസീവ് ചെയ്യാനാണ് പറയുന്നത് റിസപ്റ്റിവിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങൾ സറണ്ടർ ചെയ്യുക. നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല നന്മകൾക്കെല്ലാം തീർച്ചയായിട്ടും പ്രതിഫലം കിട്ടും. അതിനുവേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ കാത്തിരിക്കുകയാണ് ശരിക്കും ഒരാളെ. ആ കാത്തിരിപ്പിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇനി ഒരിക്കൽ കൂടി അവർ തിരിച്ചു വന്നാൽ നിങ്ങൾ ഒരിക്കലും അഡിക്റ്റഡ് ആയി പോകാൻ പാടില്ല എന്നാണ് ഈ റിസപ്റ്റിവിറ്റിയുടെ കാർഡ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് കറേജ്. ഇതെന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഒരുപാട് മോശം സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. മോശം സാഹചര്യം എന്ന് വെച്ചാൽ ഭയങ്കര മോശം സാഹചര്യം ഉണ്ടായിരിക്കും. പക്ഷേ അവിടെ നിന്നെല്ലാം പൊങ്ങി വരണമെങ്കിൽ നമുക്ക് ആന്തരികമായിട്ട് ഒരു എന്ത് വേണം? ചോദന എന്ന് പറയാം അല്ലേ? ആന്തരികമായ ഒരു വല്ലാത്ത അഭിനിവേശം വേണം. അതുണ്ടെങ്കിൽ മാത്രമേ, ഒരു കറേജ്, ഒരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് പൊങ്ങി വരാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടേ കണ്ടിട്ടും കേട്ടിട്ടുള്ളത്, ചെടികൾക്ക് വളരണമെങ്കിൽ മണ്ണ് ആവശ്യമാണ്. മണ്ണ് ആവശ്യമില്ല എന്നാണ് ഈ പറഞ്ഞ ഈ കൽക്കെട്ടുകൾക്കിടയിൽ നിൽക്കുന്ന ഈ ചെടി കാണിച്ചു തരുന്നത്. എന്താണ്? മനോബലമാണ് ഏറ്റവും വലിയ ആവശ്യമുള്ള കാര്യം. അതായത് നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. നമ്മുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള ആളായിരിക്കും, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായിരിക്കും. എന്നാൽ ആ ദേഷ്യം വരുമ്പോൾ വായി തോന്നിയതെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങൾ ശാന്തരാകും. പക്ഷേ നിങ്ങൾ വിചാരിക്കും എൻ്റെ പ്രശ്നം അവിടെ കൊണ്ട് കഴിഞ്ഞു, ഞാൻ ഭയങ്കര ദേഷ്യപ്പെട്ടു, എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു, എൻ്റെ പ്രശ്നം കഴിഞ്ഞു, ഞാൻ കോംപ്രമൈസായി, എല്ലാം ഓക്കെ. പക്ഷേ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെക്കുറിച്ചും കൂടെ ആലോചിക്കുക. ആ ആളുടെ മനസ്സിൽ ഒന്നും അവസാനിച്ചിട്ടില്ല, ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു വിഷത്തിൻ്റെ വിത്താണ് പാകിയിട്ടുള്ളത്. അവിടെ വൈരാഗ്യം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അവിടെ ദേഷ്യം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അവിടെ നിങ്ങളോടുള്ള പ്രതികാരം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഫലം അനുഭവിക്കാനും കൂടെ റെഡി ആയിട്ടിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ദേഷ്യപ്പെടാൻ പാടില്ല. നിങ്ങൾ ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ചെയ്യണം. അതൊരു സോഫ്റ്റ് സ്കില്ലല്ലേ? ജീവിക്കാൻ വേണ്ടിയുള്ളൊരു സ്കില്ലല്ലേ? ലൈഫ് സ്കില്ലല്ലേ അത്? അപ്പോൾ ദേഷ്യപ്പെടാൻ പാടില്ല. രണ്ടാമത്, നിങ്ങൾക്ക് ചിലരോട് ഒരാളോട് അടുക്കാൻ പ്രയാസമായിരിക്കും, അടുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായ അഭിനിവേശം, അഡിക്ഷൻ ആയിരിക്കും. അത് പാടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചിലരെ നമുക്ക് കായികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരെ സ്നേഹിച്ച് വശപ്പെടുത്തുക. ആ സ്നേഹം എന്താവരുത്? അഡിക്ഷനായി പോകരുത്. നമ്മൾ ഒരു അകലം വെച്ചിട്ട് മാത്രം ബന്ധങ്ങളിലേക്ക് ചെല്ലുക. കയറി ചെല്ലുമ്പോൾ ഇറങ്ങിപ്പോരാനും കൂടെയുള്ളൊരു സ്പേസ് ഇട്ടിട്ട് മാത്രം ബന്ധങ്ങളിലേക്ക് കയറി പോവുക. ഇതിനൊക്കെ എന്ത് വേണമെന്നറിയാമോ? ഒരു സ്ട്രെങ്ത് വേണം. നമുക്ക് മനോബലം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ. ആളുകളിലോട്ട് അകലം പാലിച്ചുകൊണ്ട് എന്താ പറയുന്നത്, ഡിറ്റാച്ചഡ്ലി അറ്റാച്ച്ഡ് എന്ന് പറയത്തില്ലേ, അതാണ്. നമ്മൾ അകന്ന് നിന്നുകൊണ്ട് അടുക്കുക എന്നൊക്കെ പറയുന്ന ആ സോഫ്റ്റ് സ്കില്ലില്ലേ, ആ സോഫ്റ്റ് സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കടുത്ത നിരാശ, വേദന, വിഷമം, ഇതൊക്കെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കൊണ്ട് തന്നിക്കുവാണ്. നിങ്ങളെ സ്പിരിച്വൽ വഴിയിലേക്ക് കൊണ്ടുവരാനും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആന്തരികമായ ചില ശേഷികൾ, ഇത്തരത്തിലുള്ള സ്കില്ലുകൾ, ഈ സ്വഭാവത്തിലുള്ള ദേഷ്യപ്പെടുന്ന സ്വഭാവം, ക്ഷമയില്ലാത്ത സ്വഭാവം, പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവം, ഇതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു ട്രോമയിൽ കൊണ്ടിട്ടേക്കുന്നത്. നിങ്ങളിപ്പോൾ കുറച്ച് സ്പിരിച്വൽ അല്ലേ, അപ്പോൾ ആ സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ട്രോമ നിങ്ങൾ അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അതാണ് കറേജിൻ്റെ കാർഡ് പറയുന്നത്. ജീവിതത്തെ ധൈര്യസമേതം നേരിടാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴുള്ള സ്കില്ല് പോരാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ ഒരുക്കുക, ഒതുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ കമൻറ്റ് വന്നേക്കുന്നത്, ഉരുക്കി ഇനിയൊന്നും ഇല്ല ചേച്ചി, ഒതുക്കി ഇനിയൊന്നും ഇല്ല ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളതിനെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നിയെങ്കിലും പറയുന്നതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങളെ നിങ്ങളുടെ സാഹചര്യം വെച്ചിട്ട് അതിനെയൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയെ പറ്റിയില്ലെങ്കിലും
നാളെ ഒരു ദിവസം നിങ്ങൾ കാം ഡൗൺ ആവുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞതൊക്കെ കാര്യമായിരുന്നു എന്നുള്ളത് കേട്ടോ. ഓക്കെ, അതത്രയും മതി. അപ്പോൾ കറേജ് എന്ന് വെച്ചാൽ നമുക്കുള്ള ആത്മധൈര്യമാണ്. ആത്മധൈര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നമൊക്കെ വന്നിരിക്കുന്നത്. അടുത്ത ഔട്ട്സൈഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നുണ്ടാകാം, മാനസികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മിക്കവാറും എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. ഈ മാനസികമായ പ്രശ്നങ്ങൾക്ക് കാരണം ചിലപ്പോൾ പണമായിരിക്കാം, വ്യക്തികൾ ജീവിതത്തിൽ നിന്ന് പോയതാവാം, ധനനഷ്ടം വന്നതാവാം, നഷ്ടബോധമാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്സൈഡറായിട്ട് ഇതിനെ കാണണമെന്നാണ് ഈ ഔട്ട്സൈഡർ എന്ന കാർഡ് പറയുന്നത്. നമ്മളതിനെ മാറി നിന്ന് കാണുക. അതായത് നമുക്ക് ഈ പ്രശ്നത്തിന് പുറത്തിറങ്ങി നിന്നിട്ട് അതിനെ നോക്കി കാണുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ലോസ് വന്നാലും അങ്ങനെ ഒരു സാധ്യത ഇന്നത്തെ ദിവസമുണ്ട്. ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കാം, ചിലപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളാവാം, മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പിന്നിലേക്ക് മാറി നിന്നിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യുക. ആ പ്രശ്നത്തിനകത്ത് നിന്നിട്ട് വീർപ്പ് മുട്ടുന്നതിനേക്കാൾ നിങ്ങൾ മാറി നിന്ന് ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. ശ്രദ്ധിക്കണം, പണനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, കാലിനോ ഷോൾഡറിനോ കൈക്ക് കഴുത്തിന് ഒക്കെ വേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ മാനസികമായിട്ട് അടുത്തൊരു സ്ട്രെസ്സ് ടെൻഷനൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ടത് സൂക്ഷിക്കണം. ഓക്കെ, അടുത്ത കാർഡ് ലെറ്റിംഗ് ഗോയാണ്. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഒന്നും വേണ്ടായിരുന്നു, എല്ലാം അവസാനിപ്പിച്ചേക്കാം, എന്നിട്ട് പോയേക്കാം, ഇവിടെ നിന്ന് അങ്ങ് പോയേക്കാം, അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് അങ്ങ് പോയേക്കാം, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നിന്ന് അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ഒരു പുതിയ തുടക്കം വേണമെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ സോളിനോട് ആവശ്യപ്പെടുവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാത്തിനും ഉപേക്ഷിച്ചിട്ട് പോകാം എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോവുകയും ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ലെറ്റിംഗ് ഗോ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് മൊത്തത്തിന് ഒരു മടുപ്പ് തോന്നാൻ, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത്, ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു മടുപ്പ് തോന്നാനും എല്ലാം ഉപേക്ഷിക്കണമെന്ന് തോന്നാനും സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തത് മൊമെൻറ്റ് ടു മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നിമിഷം വേണമെന്ന് തോന്നും, അടുത്ത നിമിഷം വേണ്ടാന്ന് തോന്നും. അതാണ് മൊമെൻറ്റ് ടു മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണിത്. അതായത് ഒരു ബാലൻസ് ഇല്ലായ്മയാണത്. എന്നാൽ ഈ ബാലൻസ് ഇല്ലാതെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ വേണോ വേണ്ടയോ എന്ന് വിചാരിച്ച് നിൽക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കാര്യമില്ല, അതിലൊരു അർത്ഥമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ഷെയറിംഗ് ആണ്. ഇതെന്ന് പറയുന്നത് ക്വീൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ ഇന്ന് കാര്യങ്ങളെ മാറി നിന്ന്, അല്ലെങ്കിൽ എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതിൽ നിന്ന് മാറി നിന്നിട്ട് കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, ഡിപ്പെൻഡൻസി എല്ലാം ഒഴിവാക്കിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിതത്തെ മറ്റൊരു സെസ്റ്റ് ഫോർ ലൈഫാണ്, അതുപോലെ എൻജോയ്മെൻ്റ് ആണ്. നിങ്ങൾ ജീവിതത്തിനെ മറ്റൊരു കോണിൽ നിന്ന് നോക്കി കാണാൻ ശ്രമിക്കുന്നതാണ്. അതായത് നിങ്ങൾ മുമ്പുണ്ടായിരുന്ന ഒരു വ്യക്തി അല്ല ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളെ വല്ലാതെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ ഇപ്പം മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഉപദേശം കൊടുക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് അവരോട് നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. ഇവിടെ ഷെയറിങ്ങിൻ്റെ കാർഡാണ്. അത് കാര്യം ഇതാണ്, നിങ്ങൾക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. പ്രായം കുറവായിരിക്കും, പക്ഷേ ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനായിട്ട് കാണും. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു പേഴ്സ്പെക്റ്റീവ് നിങ്ങൾക്ക് മാറിപ്പോയി എന്ന് മനസ്സിലാവുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അതാണ് ഷെയറിങ്ങിൻ്റെ കാർഡ് പറയുന്നത്. നിങ്ങൾ ശരിക്കും ഒരു ഹൈ വൈബ്രേഷനുള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വളരെ വിഭിന്നമായ ഒരു പേഴ്സണാലിറ്റി ആയിട്ടൊക്കെ നിങ്ങൾ മാറിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഒരു സ്പിരിച്വൽ വേയിലുള്ള ആൾ തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ഉള്ളിൽ ഒരു മാജിക് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ള ആളാണ്. ചിലപ്പോൾ ഈ കഴിവുകൾ ഒരു ഷോർട്ട് നോട്ടീസിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതായിരിക്കും. ഈ അടുത്ത കുറച്ച് നാളുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത്രയും അറിവുകളൊക്കെ ലഭിച്ചിട്ടുള്ളത്. ഇത്രത്തോളം ക്യാലിബേഴ്സ്, നിങ്ങൾക്ക് ഇത്ര അറിവുണ്ട്, ഇത്രയും കഴിവുകളുണ്ടെന്നൊക്കെ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് ഈ സമയത്തായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്കും കൂടെ പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. പലർക്കും ഉപദേശം കൊടുക്കാനും പലരെയും നേർവഴിക്ക് നടത്താനും പലരോടും പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നിങ്ങൾക്ക് ഇന്നേ ദിവസം സാധിക്കുന്നുണ്ടായിരിക്കും. ബോട്ടം വന്നിരിക്കുന്നത് റൈപ്പ്നെസ് ആണിത്.
ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് പല കാര്യങ്ങളിലും. അതിന് തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുവാണ്? ആ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ചെയ്ത പ്രവൃത്തി എന്ത് തന്നെയായാലും നല്ലതാണ് ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും അതിന് നല്ല ഫലം കിട്ടും. ചീത്തയാണ് ചെയ്തതെങ്കിൽ അതിന് ചീത്ത ഫലവും കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാവാനും മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മറ്റുള്ളവരെയും കൂടെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും എന്ത് ഫലമാണോ കിട്ടുന്നതെന്ന് പ്രതീക്ഷിക്കാതെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് റൈപ്പ്നെസ്, അല്ലെങ്കിൽ നമ്മൾ വിളവെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ്. ആ വിളവെടുക്കണമെങ്കിൽ വെറുതെ പോയ ദിവസം വിളവെടുക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുമെന്നാണ്. നിങ്ങൾ എന്ത് കാത്തിരിക്കുന്നോ അത് നിങ്ങളിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അബണ്ടൻസിൻ്റെ ദിവസമാണെന്നാണ് കേട്ടോ. പണം ധാരാളമായിട്ട് നിങ്ങളിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. ഓക്കെ, നോക്കാം എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ജനറൽ ഗൈഡൻസ് കണ്ടല്ലോ. അടുത്തത് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസ് എന്ത് കാര്യമാണ് നമ്മളോട് പറയുന്നത്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, അല്ലെങ്കിൽ എന്ത് നിർദ്ദേശമാണ് നമുക്ക് തരുന്നതെന്ന് നോക്കാം. എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് തരുന്നതെന്ന് നോക്കാം. എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് തരുന്നത്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് റിമെയിൻ പോസിറ്റീവ്. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ചിന്തകളോട് പറഞ്ഞില്ലേ, ലോൺലിനെസ് ഫീൽ ചെയ്യും, അതുപോലെ പോസ്റ്റ്പോൺമെൻറ്റ്, നിങ്ങൾക്ക് വയ്യാന്ന് തോന്നും, റെസ്റ്റ് എടുക്കണമെന്ന് തോന്നും, അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഡൗൺ ആയി പോകരുത്, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാനാണ് പറയുന്നത്. അതാണ് ഫസ്റ്റ് കാർഡ്. സെക്കൻഡ്, വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, നിങ്ങളോട് കുറച്ച് മാസങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ഫ്യൂ മന്ത്സ് പറഞ്ഞാൽ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആണ്. അപ്പോൾ ചിലപ്പോൾ അടുത്ത മാസം തന്നെയാകാം. ഈ മാസം ഇപ്പോൾ തീരാറായില്ലേ, നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് പറയുമ്പോൾ അടുത്ത മാസങ്ങൾക്കുള്ളിൽ, ചിലപ്പോൾ അടുത്ത മാസം തന്നെ ആദ്യം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സക്സസ് ആണ്. അപ്പം പിന്നെ വേറെ കാർഡൊന്നും എടുക്കണ്ട. സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണ്. അത് തന്നെയാണ് ഇവിടെയും ബോട്ടം പറഞ്ഞത്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണ്. നിങ്ങളുടെ ഫ്രൂട്ട് ഓഫ് ദ ലേബർ നിങ്ങൾക്ക് ഇന്ന ദിവസം അനുഭവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. അടുത്തത് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ലവ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത്? ലവ് ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം. ലവ് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്? ലവേഴ്സിനുള്ള ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് ഫ്രീ യുവർ സെൽഫ്. അപ്പോൾ അതായത് നിങ്ങൾ നിങ്ങളെ കെട്ടിയിട്ടേക്കോ. ഇതിനകത്ത് ചിത്രത്തിൽ നമുക്ക് കാണാം, ഇത് ഒരു യൂണിക്കോൺ ആണ്. യൂണിക്കോണിന് എന്ത് ചെയ്തേക്കുവാണ്? കെട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ അതിനെ ഒരു ബൗണ്ടറിക്കുള്ളിൽ വെച്ചേക്കുവാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുറത്തേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോള്, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൺട്രോളിലല്ലായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബൗണ്ടറിക്കുള്ളിൽ നിങ്ങൾ തന്നെ നിങ്ങളെ ബൗണ്ടറിക്കുള്ളിലാക്കി വെച്ചേക്കുമായിരിക്കും. രണ്ട് കാര്യമാകാം, മറ്റുള്ളവരുടെ കൺട്രോളിങ്ങും ആകാം, നിങ്ങളുടെ കൺട്രോളിങ്ങും ആകാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോള് നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങളെ കൺട്രോൾ ചെയ്യാതെ വിടുക, ഫ്രീ ആയിട്ട് വിടുക എന്നാണ് പറയുന്നത്. അടുത്തത് റിലീസ് യുവർ എക്സ്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായിരുന്ന ട്രോമാസിനെ എല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്യുക. എന്നാൽ മാത്രമാണ് പുതിയ പുതിയ നല്ല എനർജീസ് നിങ്ങളിലേക്ക് വരികയുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ന്യൂ ലവ് ആണ്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു പുതിയ ലവ്, എ ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റീർഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ്. നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സിനെ എല്ലാം ഇളക്കാൻ, പോക്ക് ചെയ്യാൻ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് വരുന്നുണ്ടെന്നാണ്. ട്രൂ ലവ്, ദിസ് ഇസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം. അപ്പോൾ ഒരു പുതിയ ആൾ കുറച്ച് പേർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ട്രൂ ലവ് ആണെന്നാണ് പറയുന്നത്. ഇനി ട്രൂ ആയാലും കൊള്ളാം, എന്തായാലും കൊള്ളാം. ഇനി ഒരാളെ ലൈഫിലേക്ക് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഈ ടാരോ കാണുന്ന ആളുകളോടാണ്, നിങ്ങൾ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഈ ടാരോ കാണാൻ ഇവിടെ വന്നിരിക്കുന്നത് ആരുടെയും ഭാഗത്തുനിന്ന് ഒരു ചീറ്റിംഗ് ഉണ്ടായതുകൊണ്ടാണല്ലോ. അപ്പോൾ ഇനി എന്നെങ്കിലും നിങ്ങൾ ലൈഫിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണോ നിങ്ങൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായി പോയത്, എന്ത് കാരണം കൊണ്ടാണോ നിങ്ങൾ ടാരോ കാണേണ്ടി വന്നത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എന്ത് പാഠമാണോ പഠിച്ചത്, ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം ഇനിയൊരു ബന്ധത്തിലേക്ക് പോവുക. ഓക്കെ, അതാണ് നമുക്ക് പറയാനുള്ളൂ. അതാണ് ശരിക്കും ഇന്നത്തെ ലവേഴ്സിൻ്റെ ഗൈഡൻസിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ട്രസ്റ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ മാക്സിമം 2 ഓഫ് വാണ്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തേടി അന്വേഷിച്ച് ഏറ്റവും നെല്ലും പതിനും തിരിഞ്ഞതിന് ശേഷം മാത്രം വ്യക്തികളെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുത്താൽ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് മാത്രം ആളുകളിലേക്ക് ചെല്ലുക. ഓക്കെ, എന്നാലാണ് അവർ ചതിച്ചാലും വിട്ടിട്ട് പോയാലും ഒക്കെ നമുക്കും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കൂളായിട്ട് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് ലെങ്തി ആയിട്ടുണ്ടാവും, കാരണം ഞാൻ കുറേ ബ്ലാ 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 വെച്ചിട്ടുണ്ട്.
ഇങ്ങനെ ബ്ലാ 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 വെക്കണം എന്ന് പറഞ്ഞൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ കാർഡ്സ് കണ്ടപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് പറയാൻ തോന്നിയത്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്, ഇങ്ങനെ റീഡിങ് ആയിപ്പോയത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് ഉണ്ടാകാൻ സാധ്യത. ഇതുപോലൊക്കെ റെസണേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ സാഹചര്യമായിട്ട് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നോക്കുക. അത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഇത് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ബട്ടൺ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.